സോ ഗൈസ് വെൽക്കം ബാക്ക് അനദർ വീഡിയോ ഓഫ് ലിസാർഡ് ഗെയിമിംഗ്. ഇന്ന് ഞാനൊരു കിടിലൻ ഗെയിമായിട്ടാണ് വന്നതാണ്. ഗെയിമിൻ്റെ പേര് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജോയ് വില്ലേ. ഗെയിമിൻ്റെ പേര് പിന്നെ ഈ ഗെയിമിനെ പറ്റി എനിക്ക് വലിയതായിട്ടൊന്നൊരു ധാരണയില്ല. നമുക്ക് എന്തെങ്കിലും കളിച്ചു നോക്കാം ഗൈസ്. കളിച്ചു നോക്കി ഒരു ഹൊറർ ഗെയിമാണ് സംഭവം. കണ്ടിട്ട് നമ്മുടെ പോപ്പി പ്ലേ ടൈമില്ലേ ആ ഒരു റേഞ്ചിലൊക്കെ വന്ന ഗെയിമാണ്. ഓഫ് ഗൈസ് ഇവിടെ ഒരു എലിവേറ്റർ ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ വഴി എസ്കേപ്പ് ആവേണ്ടതെന്ന് തോന്നുന്നു. എസ്കേപ്പ് അല്ല, ആ വഴിയാണ് പോകേണ്ടതെന്ന് തോന്നുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചിലപ്പോൾ കണക്ഷൻ എടുക്കണമായിരിക്കും ഗൈസ്. ഇവിടെ ഒന്നുമില്ലല്ലോ, ഫുള്ള് നല്ല ശൂന്യതായിട്ട് സ്ഥലം കേട്ടോ. അതൊക്കെ എന്തായാലും ന്യൂസ് പേപ്പറാണ്, നമ്മൾ മൈൻഡ് ചെയ്യാനുള്ള. എന്താ ഗൈസ് ഇത്? എന്ത് റൂമാണ് ഗൈസ് ഇത്? സെക്യൂരിറ്റി റൂമായിട്ടത്. ഇവിടെയൊക്കെ കുറേ ബോക്സ് എടുപ്പാണ് കേട്ടോ. ഇവിടെ ഒന്നും ഗൈസ് ഇതേ അവിടെ നോക്കി ഒരു യെല്ലോ കളർ സംഭവം, അതാണെന്ന് തോന്നണം കേട്ടോ ഗൈസ്. അതൊന്നും അല്ലായിരിക്കും, വേറെ നിരക്ക്. ഇതെന്ത്? ഒരു ലിവർ ഉണ്ട്. എന്താണ്ടൊക്കെ ലിവർ ഉണ്ട്. നമ്മളെന്താണ്ട് ഗൈസ് ലിവർ ഇതിൻ്റെ വലിയ എന്തെങ്കിലും നടന്നോ സംഭവിച്ചോ എന്ന് വെച്ചാൽ എനിക്കറിയില്ല. എന്തിലുണ്ട് ഇവിടെ? എന്തിലുണ്ടോ കാണാൻ പറ്റുള്ളൂ സംഭവം. ഇവർക്കൊക്കെ ഇവിടേക്ക് എന്തേലൊക്കെ വെച്ചുകൂടെ? എന്തിലൊക്കെ നമുക്ക് എന്തിലും ഹാപ്പി ആക്കാൻ വേണ്ടിയിട്ട് ഒന്നുമില്ല. ഗൈസ് ഒരു കീ ഇട്ടിട്ടുണ്ട് കേട്ടോ. എന്തിൻ്റെ കീ ആണെന്ന് അറിയില്ല. എന്തൊക്കെയായാലും അത് എടുത്തിട്ടുണ്ട് കേട്ടോ, ആവശ്യം വരുമായിരിക്കും. നമ്മൾ ഈ റൂമിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഈ റൂമിൽ സംഭവം എന്ന് വെച്ചാൽ ഇവിടെ ഇത് കണക്ട് ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ സംഭവം ഞാൻ കാണിച്ചു തരാം കേട്ടോ. നിൽക്കട്ടെ, ഇതൊന്ന് കണക്ട് ചെയ്യട്ടെ ഞാൻ. പച്ച ഒന്ന്. ഓക്കെ കണ്ട ഫ്രണ്ടിൽ തന്നെ കുറേ ഈ ചെറിയ ചെറിയ കാറുകളുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമ്പർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതാണ് സംഭവം. 3 റെഡ് 2 കേട്ടോ. യെല്ലോ 3 റെഡ് 2, യെല്ലോ 3 റെഡ് 2, യെല്ലോ 3 റെഡ് 2. ഓക്കെ. ഇത് 4 വൈറ്റ് 6. ഓക്കെ. ലെറ്റ്സ് ഗോ. ഇവിടെ ഇത് സംഭവം കണക്ട് ചെയ്തിട്ട് എന്തോ ഒരു ലിവറൊന്നും ഇല്ലല്ലോ. ഇത് ലിവറാണോ? അല്ല ലിവറൊന്നുമില്ല. ഞാൻ അത് വെറുതെ കണക്ട് ചെയ്തിട്ടുള്ളൂ കേട്ടോ. അതോ എന്തെങ്കിലും തിരിക്കണോന്ന് എനിക്കറിയില്ല. നമുക്ക് എന്തെങ്കിലും അങ്ങോട്ടേക്ക് പോയി നോക്കട്ടെ. സെക്യൂരിറ്റി റൂമിലോട്ട് ഇവിടെ ഗൈസ് വന്നപ്പോൾ ഇവിടെ യെല്ലോ കളർ സംഭവം ഉണ്ടായിരുന്നു. ഞാൻ കണ്ടാണ്. നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല, ഞാൻ പറഞ്ഞു നോക്കണം ഗൈസ്. ഇവിടെ യെല്ലോ കളർ സംഭവം ഞാൻ കണ്ടായിരുന്നു. ഇപ്പം ഇത് കാണാലോ കേട്ടോ ഗൈസ്. കണക്ഷൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ. കണ്ട സംഭവം ഒരു സ്പാർക്ക് അങ്ങോട്ടേക്ക് പോയത്. അത് സീനാവുന്നോട്ടെ. അപ്പോൾ അതാണ് സംഭവം. അതാണ് നമ്മുടെ ആ ജോയ് വില്ലേ. അവൻ്റെ പേരെന്താണെന്നറിയില്ല കേട്ടോ. അവൻ്റെ പേര് ജോയ് വില്ലേ എന്നല്ലിക്കും. ഗെയിമിൻ്റെ പേരാണ് ജോയ് വില്ലേന്ന്. അവൻ്റെ പേര് വേറെ എന്തെങ്കിലും ആയിരിക്കും. ഗൈസ് വൂളി പുള്ളി. അങ്ങനെ കേട്ടോ അവൻ്റെ പേര് വൂളി. നമുക്കെന്തെങ്കിലും വൂളി എന്ന് വിളിക്കാം കേട്ടോ. വൂളി. അതേ ഗൈസ്, വൂളിനെ പോലത്തെ ചെറിയൊരു സംഭവം കൂടെ കേട്ടോ. എക്സിറ്റ് ലെവൽ B2. അവൻ്റെ ഫോട്ടോ ഒക്കെ ഇവിടെ ഓരോ വെച്ചിട്ടുണ്ട് കേട്ടോ. ജോയ് വില്ലേ. ഗൈസ് നമുക്ക് അറ്റത്തെ റൂമിൽ തന്നെ തുടങ്ങാം കേട്ടോ. ഇത് ഇവിടെയൊക്കെ എന്താണ്? എക്സ്പ്ലോർ, ക്രിയേറ്റീവ്, ഡിസ്കവറി എന്താണ്ടൊക്കെ പറഞ്ഞ് ഇത് വെച്ചിട്ടുണ്ട്. ഇതേ ടൈം ടു ഹാവ് ഫണ്ണാന്നൊക്കെ പറയാനുണ്ട്. അറിയില്ല. നമുക്ക് എന്തെങ്കിലും ഈ റൂമിൽ തുടങ്ങാം. ഈ റൂം തുറന്നിട്ടുണ്ട്. ഇവിടെ എന്തെങ്കിലും ഉണ്ടോയെന്ന് നോക്കട്ടെ കേട്ടോ. ഇതൊക്കെ ഒരു ചെറിയ ജോയില്ലേ ഗൈസ്. കുറേ പോസ്റ്റർ എല്ലാവരും മിക്ക വാളിലൊക്കെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ടാ. വാളിലും റൂമിലും. ഇവിടെ ഒന്നുമില്ല കേട്ടോ സംഭവം. നിങ്ങളുടെ എല്ലാ സ്ഥലവും നമ്മൾ സെർച്ച് ചെയ്യണം, എന്നാലാണ് എന്തെങ്കിലുമൊക്കെ കിട്ടൂ ഗൈസ്. ഇവിടെ നമുക്കൊരു ടെഡി ഇടുന്നുണ്ടാ. ഒരു വീഡിയോ റെക്കോർഡർ ഉണ്ട്. സംഭവം എന്ന് ഞാൻ പറഞ്ഞുതരാം. ഈ ടെഡിയും കൊണ്ട് നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. ഈ ഡോർ ലോക്കാട്ട് ഈ ടെഡിയും കൊണ്ട് നമുക്ക് കുറേ എല്ലാ ഡോറ് തുറക്കാൻ പറ്റുമെന്നാണ് പറയണത്. പിന്നെ ടെഡിക്ക് എന്നിട്ട് എന്താണൊക്കെ പറയണ്ട അവർ. ഇവിടെ വേറെ എന്താണ് സംഭവം ഉണ്ട്, അവനെല്ലാം പറഞ്ഞുതരാൻ പറ്റൂല എന്നൊക്കെ പറഞ്ഞിട്ട് വേഗം വീഡിയോ കൊണ്ട് എൻഡ് ചെയ്ത്. ഇതെന്താണത്? ഇതാണ് അവൻ പറഞ്ഞത്. സ്കാൻ ചെയ്യണ കേസ് കേട്ടാ. സ്കാൻ ചെയ്തിട്ടുണ്ട്. ഗൈസ് ബാറ്ററി ഹെൽത്ത് 10% ഉള്ളൂട്ട്. ഇനി നമ്മൾ വേറൊരു ഏരിയയിലോട്ട് വന്നിട്ടാ. ഇവിടെ ലൈറ്റൊക്കെ വന്നിട്ടാ. പിന്നെ ഇതുവരെയായിട്ടും വൂളീനെ നമ്മൾ കണ്ടിട്ടില്ല കേട്ടോ. വൂളി ഒളിച്ചിക്കണമെന്ന് വേണ്ട ഗൈസ്. എനിക്ക് വൂളീനെ ഒന്ന് കാണണമെന്നുണ്ട്. ഇതെന്താ സംഭവം? എനിക്ക് തോന്നണ് സംഭവമൊന്നുമല്ല. സംഭവം ഈ പാർക്കിനെ പറ്റി പറയണതാണ്. ഈ പാർക്ക് ഡെവലപ്പേഴ്സ് പാർക്കിനെ പറ്റി പറയണേ, വേറെ സംഭവമൊന്നുമില്ല. നമുക്ക് വെൽക്കം. ഓക്കെ. നമ്മുടെ മിസ് ഹിയർ, ഡോണ്ട് വറി, നമ്മളിവിടെ ഉണ്ട്. നമുക്കിന്ന് ഗൈസ് ഇവിടെ എന്താ ചെയ്യേണ്ടതെന്നാണ് എനിക്ക് മനസ്സിലാവത്തില്ല. ഇവിടെ കുറേ സംഭവങ്ങളുണ്ട്. ഇത് കിഡ്സിൻ്റെ പാർക്കാണ്. അങ്ങനത്തെ ഒരു സംഭവമാണ്. ഡേ കെയർ ഒക്കെ പോലത്തെ എന്തെങ്കിലും ഐറ്റംസ് ആയിരിക്കും എന്നല്ല, അതാണ് സംഭവം. ഇവിടെ എന്താണ്? ഇവിടെയൊക്കെ എന്താണ് കുറേ സംഭവമൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ എന്താണ് സ്റ്റാച്ചു. ഇത് എന്താണത്? ഇവിടെ എന്താ കളി മനസ്സിലായില്ല കേട്ടോ. ഇവിടെ ഒരു ലൈറ്റ് ഉണ്ട് കേട്ടോ. ഇവിടെ എന്താ?
ഓ ഗൈസ് ഇവിടെ നമുക്ക് ടെടി വെക്കണം കേട്ടോ. ഓ ടെടി തന്നെ പ്ലേസ് ആയിട്ടുണ്ട്, ഞാൻ വെറുതെ ആക്കിയതാ. ഓ ഇവിടെ എന്താണ് ടിക്കറ്റ് ഇടണമെന്നാണ് പറയണേ. നിൽക്കട്ടെ വെയിറ്റ് ചെയ്യട്ടെ, ഞാൻ ടിക്കറ്റ് ഒന്ന് തപ്പട്ടെ കേട്ടാ. ഇവിടെ എവിടെയൊക്കെ ഉണ്ടാവും, എല്ലാ സ്ഥലവും നമ്മൾ കയറി തപ്പണം. ഓ ഇത് നമ്മുടെ ഊഞ്ഞാലല്ലേ, ഇതിനെന്താ പറയുക, ഇതിന് എന്താണ്ട് പറയൂലോ. ഞങ്ങളുടെ അവിടെ എന്താണ്ട് പറയും, നിങ്ങളുടെ അവിടെ എന്താ പറയണമെന്ന് വെച്ചിട്ട് കമൻറ്റ് കേട്ടാ. ഓ ഇതൊക്കെ വെറുതെ പിള്ളേർക്ക് ഇരുന്ന് കളിക്കാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ എന്താ സംഭവം, ഇതെന്താണ്? ആ ഇതൊക്കെ പോസ്റ്റർ കേട്ടോ, വേറെ ഒന്നുമില്ല, വേറെ സംഭവമൊന്നുമില്ല. ഓ നമുക്ക് എന്തെങ്കിലും ഈ സ്ലൈഡ് കിട്ടും, സ്ലൈഡ് കേട്ടാ. എന്തൊക്കെയാണ് നമ്മളിവിടെ വരെ വന്നാണ്, അപ്പോൾ പിന്നെ സ്ലൈഡ് ഇതിൽ മോശമല്ലേ ഗൈസ്. ഓക്കെ സൂ എന്തൊക്കെ തേങ്ങല്ലേ നമ്മളോടൊന്ന് കാണിക്കണേ. ഫൈനലി നമുക്ക് ഇവിടെ ടിക്കറ്റ് കിട്ടുന്നുണ്ട് കേട്ടോ. നമുക്ക് എന്തെങ്കിലും അപ്പോൾ ടിക്കറ്റ് ഇടാട്ടെ. ടിക്കറ്റ് ഇട്ടിട്ട് എന്താ ചെയ്യേണ്ടത്? ടിക്കറ്റ് ഇട്ടിട്ട് നമുക്ക് ഇനി ടെടി പ്ലേസ് ചെയ്യേണ്ടെന്ന് വേണ്ട, ടെടി പ്ലേസ് എന്നുള്ള ഓപ്ഷൻ തന്നിട്ടില്ല. ഓ ഗൈസ് ഈ സംഭവം വീണ്ടും കേട്ടോ. അപ്പോൾ ഇവിടെ എന്താണ്ട് കളി ഉണ്ടെന്ന് തോന്നുന്നു. ടെടി പ്ലേസ് ചെയ്യണ്ട, ഇനി പ്ലേസ് ചെയ്യണ്ട. ഇതെന്തത്? ഓ ഇത് കറങ്ങോട്ട് സംഭവം. ഓ ഇതെന്താ സംഭവം? ഓ ഗൈസ് ആ പൊക്കര സംഭവം അനങ്ങണ്ടിട്ടാ. ഇവിടുത്തെ പാവക്കല്ല ജീവനുണ്ടോ അത് നോക്കിയത് അനങ്ങി ഗൈസ്, അത് അനങ്ങി, ഞാൻ കണ്ട് അത് അനങ്ങി. കണ്ടോട്ടാ ഗൈസ്. ഇത് ഇവിടെ ഒരു ലൈറ്റ് ഒക്കെ എത്തിയിട്ട് എന്താണ് ലൈറ്റ് എത്തിയത്? ഓ ഇതെന്താണ്ട് പസ്സിലാന്ന് തോന്നണ്ട, ഇതെന്താണ്ട് പസ്സിലാണ് ഗൈസ്. എന്താ സംഭവം മനസ്സില്ല. ഞാൻ വെറുതെ കറക്കിയപ്പോ അവിടെ ലൈറ്റ് കത്തി, എന്തോ ഒരു പർപ്പിൾ ഇപ്പൊ കത്തി. ഇതേ ഗൈസ് അതിന്റെ ഫേസ് മാറി. എനിക്കൊന്ന് റെയിൻബോ അടിക്കണോ, നമ്മള് റെയിൻബോ ഞാൻ അടിക്കണമായിരിക്കും. ദേ ഗൈസ് അവന്റെ പല്ലൊക്കെ പുറത്തുനിന്നുണ്ടായി. മിക്കവാറും ഇനി നമ്മൾ തെറ്റിച്ചടിക്കണെങ്കിൽ മിക്കവാറും പെടുന്നുണ്ട്. റെയിൻബോ ആണ് അടിക്കണത്, കാരണം അവിടെ ഡോറിന്റെ പൊക്കത്തും റെയിൻബോ സംഭവം കാണിച്ചിട്ടുണ്ട്. കണ്ടിപ്പോൾ ഒരു ലൈറ്റ് കൂടെ കത്തി. ഇനി അടുത്തത് യെല്ലോ അടിയിലട്ടാ. യെല്ലോ കിട്ടി. ഇനി അടുത്തത് ഏതായിരുന്നു? ഗ്രീൻ. ആ ഗ്രീൻ എവിടെയാണ്? ലൈറ്റ് ഗ്രീൻ ആട്ടാ, ലൈറ്റ് ഗ്രീൻ പൊക്കത്ത്. ഇനി തെറ്റിച്ചെന്നെ മിക്കവാറും നമ്മൾ തൂക്കുമെന്ന് തോന്നണ്ടാ, എനിക്ക് തോന്നണുണ്ട്. ഓ പിന്നെ ഞാൻ ലൈറ്റ് ബ്ലൂ ഗൈസ്. അപ്പോൾ ലൈക്ക് ചെയ്യാത്തവർ എന്തെങ്കിലും ലൈക്ക് ചെയ്യട്ടെ, സബ് ചെയ്തിട്ട് എന്തൊക്കെ ഒന്നും സബ് ചെയ്യുക. ലൈക്ക് ചെയ്തതിന് കാര്യം ചിലപ്പോൾ അറിയാലോ ഗൈസ്, ഇപ്പോൾ എനിക്ക് ആപ്പാട് കുറച്ച് വ്യൂസ് ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്താലാണ് നമ്മൾ യൂട്യൂബേഴ്സ് അടുത്തവരിലായിട്ട് ഈ വീഡിയോ എത്തിക്കുള്ളൂ. അങ്ങനൊരു ഇഷ്യൂ ഉണ്ട് ഗൈസ്, അറിയാലോ. ഇപ്പോൾ ആപ്പാട് എനിക്കിപ്പോൾ ഇനി ഒരു 33 സബ് എന്നാണ്ട് ഉള്ളൂ. അപ്പോൾ എന്തൊക്കെയാലും ഇപ്പോൾ 20 കഴിഞ്ഞ വീഡിയോയിൽ എന്താണ്ട് 20 വ്യൂസ് എന്നാണ്ടായിട്ടുള്ളൂ. അതാണ്. അപ്പോൾ നിങ്ങൾ കാണുന്നവർ മാക്സിമം ലൈക്ക് ചെയ്താലാണ് അടുത്തവരുടെ വീഡിയോ എത്തുള്ളൂ. അതുകൊണ്ടാണ് ഗൈസ്. പിന്നെ ഗൈസ് ഫുള്ളായിട്ടുണ്ട് കേട്ടോ ഗൈസ്. അവിടുത്തെ ഡോറ് തുറന്നിട്ടുണ്ട്, നമുക്ക് അപ്പോൾ ഈ വഴി പോകണം കേട്ടോ. ഓ ഗൈസ് ശൂന്യതമായ സ്ഥലം. ഓ ഈ ഭിത്തി ആകെ പൊളിഞ്ഞിരിക്കണമല്ലോ ഗൈസ്. ഓ അവൻ്റെ പേരെന്തായിരുന്നു? അവൻ്റെ പേര് ഞാൻ മറന്നല്ലോ. പ്ലഫി എന്നാണ്, അറിയില്ല, പേര് ഞാൻ മറന്നുപോയി. ഓ ഇവിടെ ഒരു കിടങ്ങുണ്ട് കേട്ടാ. ഓ ഗൈസ് എൻ്റെ പൂന് എന്ത് സാധനമാണത്. ഞാനാണെങ്കിൽ അത് പ്രതീക്ഷിച്ചിട്ട് പോലില്ല. പെട്ടെന്ന് ജസ്റ്റ് ഒന്ന് പേടിച്ചു കേട്ടോ, കാരണം പെട്ടെന്ന് അടിയിലായിട്ട് ഇപ്പോൾ പെട്ടെന്ന്, കാരണം അത് പൊട്ടും ഞാൻ പ്രതീക്ഷിച്ചിട്ട് പോലുമില്ല. ഞാൻ ഫ്രണ്ടിലായിട്ട് പോവാ വേറെ മൈൻഡിൽ, അവൻ്റെ പേര് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന മൈൻഡിൽ ഇരിക്കുമ്പോൾ സാധനം നിലത്തിട്ട് വരണം. നമുക്കിവിടെ ടോർച്ച് എടുക്കണം കേട്ടോ. അപ്പോൾ ടോർച്ച് എന്തെങ്കിലും എടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. ഫെണീക്കാണ് ഇത്, എന്ത് സ്ലോ മോഷനാണിത്. നമ്മളേതാണ്ട് ഒരു അണ്ടർഗ്രൗണ്ടിലായിട്ടാ വന്നേക്കണം, നോക്കട്ടെ. അതെ ടോർച്ച് എടുക്കട്ടെ കേട്ടോ. ടോർച്ച് എടുത്തിട്ടുണ്ട്. നമ്മളേതാണ്ട് അല്ല, അത് പൊട്ടി വേറെ ഏതാണ്ട് ഏരിയയിലോട്ട് വന്നിട്ടുണ്ട് കേട്ടാ. പിന്നെ നമ്മുടെ ഈ ഡോളിലാണെങ്കിൽ ഇതുമില്ല, എന്ത് ബാറ്ററി ഇല്ല. പേടിപ്പിക്കാൻ നോക്കിയതാണ്, പറഞ്ഞിട്ടൊക്കെ പേടിപ്പിക്കുന്നുണ്ട്. ഒരു പുഴു പോലെ സാധനമൊക്കെ ഒന്ന് ഒളിഞ്ഞൊക്കെ നോക്കിയിട്ട് പോകണ്ടേട്ടാ. പേടിപ്പിക്കാൻ നോക്കിയതാണ് സംഭവം, പേടിപ്പിക്കാൻ അവർ നോക്കിയത്. പക്ഷെ നമുക്കത് പേടിയതോ ഇല്ല, അത് പേടിയല്ല, എനിക്ക് ചിരിയാണ് വന്നത്. ഒന്ന് ഒളിഞ്ഞു നോക്കിയിട്ട് പോണ്. അതും ഉണ്ടോ ചേട്ടാ, ഞാൻ പോയിക്കോട്ടെ. നമ്മൾ വരുമ്പോഴേക്കും അത് പോട്ടാ, അങ്ങനെ ഒരു സംഭവമാണ്. പേടിപ്പിക്കാൻ വേണ്ടി വെച്ചേക്കാണ്. പേടിപ്പിക്കാനല്ല, ഇതെന്ത് കുഞ്ഞു പിള്ളേരെ ഗെയിമാണ്, അവിടെ ഒന്ന് ഒളിഞ്ഞു നോക്കിയിട്ട് പോവാൻ. എന്ത് ഗെയിമല്ലേ. ഇനി ഞാൻ വിചാരിച്ചു, പക്ഷേ ഇത് കുറച്ചുകൂടി നല്ല കിടിലൻ ഗൈസ്. അതിൽ പൊക്കത്ത് ആരെങ്കിലും ഉണ്ടായിരുന്നു? ഞാൻ പെട്ടെന്ന് എനിക്കൊരു എന്താണ്ട് പോയ പോലെ തോന്നി. ഉണ്ടാവില്ല. ഇവിടെ എന്താ സംഭവം? ഇവിടെ എന്താണ്ട് കളിയുണ്ട് കേട്ടാ. ഇവിടെ എന്താണ്ട് ഒരു ലിവറുണ്ട്. ഓ ആ ലിവറാണെങ്കിൽ ഇപ്പോൾ അത് ഓണായിട്ടാ. പിന്നെ ഇവിടെ ലിവറിൻ്റെ സംഭവമില്ല, അപ്പോൾ അത് നമ്മൾ കണ്ടുപിടിക്കണമായിരിക്കും. ഈ ലിവർ കണ്ടുപിടിച്ചിട്ട് എന്തിനാണാവോ ഗൈസ്. ഇവിടെയൊക്കെ സെർച്ച് ചെയ്യണോ? ഇതിൻ്റെ ഉള്ളിലേട്ടില്ല അവൻ വന്നതിന് സീനാവട്ടാ. കാരണം എന്ന് വെച്ചാൽ ഇരുട്ടായതുകൊണ്ട്. ഓ ഗൈസ് ഫ്രണ്ടിൽ തന്നെ ഒരു ലിവർ ഉണ്ട് കേട്ടാ. ആ ലിവർ എടുക്കണമായിരിക്കും നമ്മൾ. പക്ഷേ ആ ലിവർ കിട്ടി നമ്മളെങ്ങനെ പോവും? ഈ സംഭവമൊക്കെ വെച്ചാൽ പോവാൻ പറ്റും, ചാടാൻ പറ്റുമോ അറിയില്ല. 2 വെട്ടി വെച്ച് നോക്കാട്ടാ. നിൽക്കട്ടെ, ഇങ്ങനെ വെച്ചാൽ കയറാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടാ. ഇല്ല കയറാൻ പറ്റില്ല.
എനിക്ക് തോന്നുന്നുണ്ടേ എനിക്ക് അത് ബാക്കിലോട്ടാക്കിയിട്ട് അത് തന്നെ ബാക്കിലോട്ടേ ഇങ്ങനെ വെക്കാം. ഇങ്ങനെ വെച്ചാൽ സെറ്റ് ആയിരിക്കും, പെർഫെക്റ്റ് ആയിരിക്കും തോന്നുന്നു. നോക്കാം. ഈസി ചാട്. ഓ ഈസി ബ്രോ, ഈസിയാണ്. ഇതൊക്കെ നമുക്കുണ്ടാ ഗൈസ് പേടി. ഇവിടെ തിരിച്ചു കയറാൻ ഇതില്ലെങ്കിൽ കിട്ടിയിട്ടാ തിരിച്ചു കയറാൻ ഈ വഴി കയറാട്ടാ. തിരിച്ച് ഞാൻ തിരിച്ചറിയാം ഇവിടെ ബോക്സ് അല്ല, ഇല്ലെങ്കിൽ നമ്മൾ പെട്ടുപോകുന്നത്. നമുക്ക് ഈ സാധനം ലിവർ ഇവിടെ കൊണ്ടു നോക്കാട്ടാ. ലിവർ ഇവിടെ കൊണ്ടു വെച്ചാൽ എന്താ ചെയ്യേണ്ടത്? കരണ്ട് വരാനുള്ളതാണ്, കരണ്ട് വരത്തിനാണ്. ഇതുകൂടി നോക്കണം കേട്ടോ. 2 ഇതെന്താണ് ഒരെണ്ണം കത്തുമ്പോൾ ഒരെണ്ണം വരാത്തെ ഗൈസ്? ഇതിൽ ഗൈസ് സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇതെന്താണ്? എടാ നമ്മുടെ ഇത് റീചാർജ് ചെയ്യാനാട്ടോ. അങ്ങനെ പറ. ഞാനും വിചാരിച്ചു, ഞാൻ വെച്ചാൽ ഇവിടെ ഫുള്ള് കറണ്ട് ഇല്ലല്ലോ, അപ്പോൾ കറണ്ട് റെഡിയാക്കാനുള്ള സംഭവം ഞാൻ വിചാരിച്ചേ. ഫുള്ള് റീചാർജ് ആയിട്ടുണ്ട് ഗൈസ്. നമുക്ക് ഇവിടുന്ന് പോവാം. ഇവിടുന്ന് എങ്ങനെ പോകാമെന്ന് വെച്ചാൽ ഗൈസ് ഇവിടെ സ്കാൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. സ്കാൻ ചെയ്യ്. ഗൈസ് ബാറ്ററി ഹെൽത്ത് കുറഞ്ഞിട്ടില്ല കേട്ടോ, 100 തന്നെ ഉണ്ട് കേട്ടോ. ഗൈസ് ഇത് ഏത് വഴിയാണിത്? നമ്മൾ വന്നത് ഇങ്ങനെ അല്ലല്ലോ. നമ്മൾ വന്നത് ചെറിയൊരു കഥയാണ്. സെക്ടർ D ഈ വഴി പോകാൻ പറ്റും. ഗൈസ് ഈ ഡോർ തുറന്നിട്ടുണ്ട് കേട്ടോ. അങ്ങോട്ടേക്ക് പോകാൻ പറ്റില്ല എന്നാണ്. D ഇല്ല, ഈ ഡോറ് ലോക്കാട്ടാ. ഇതേ പിന്നെ സെക്ടർ B ഉണ്ട് കേട്ടോ. ഇവിടെ നോക്കാട്ടാ. ഇത് തുറന്നിട്ടുണ്ട്. ഇങ്ങോട്ടേക്ക് പോകാൻ പറ്റില്ല, അവിടെ ബ്ലോക്കാണ്. സെക്ടർ A ഇത് ലോക്കാണ്. പിന്നെ എന്തിനാണ് ഇവർ ഇങ്ങനെ ഡോർ നോക്കട്ടെ, ഇതിൻ്റെ ഉള്ളിൽ കൂടെ നോക്കട്ടെ ഏട്ടാ. എന്തേലും ഉണ്ടോ? ഇല്ല, അവിടെ നിന്ന് ഒന്നുമില്ല, വെറുതെ ഉഡായിപ്പ്. ഗൈസ് ഇവൻ്റെ പേര് എന്തായിരുന്നു? ഇവരുടെ പേര് ഞാൻ മറന്നു. ഇവിടെ ലിഫ്റ്റ് ഉണ്ട് കേട്ടോ. ലിഫ്റ്റിൽ കയറി പോകാം. നമ്മളിനി ലിഫ്റ്റിൽ കയറി പോകണം നോണ്ട. നമ്മൾ നേരെ ലിഫ്റ്റിൽ കയറിയിട്ടുണ്ട്. പിന്നെ ലിഫ്റ്റിൻ്റെ അകത്ത് പ്രസ് ചെയ്യാനുള്ള ബട്ടണൊന്നുമില്ല, അവർ കൊണ്ടുപോകും. അതാണ് സംഭവം. എവിടെയാണ് കൊണ്ട് എത്തിക്കണവർ? തുറക്കാതെ തുറന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ വേറൊരു ഏരിയയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഗൈസ് വേറൊരു ഏരിയ കേട്ടോ. ഭിത്തിലൊക്കെ ആകെ എഴുതി വെച്ചേക്കണേണ്ട. നമുക്ക് ഈ ഡോറ് ഓപ്പൺ ചെയ്തോട്ടാ. ഇവിടെ ഈ ഡോറ് ഓപ്പൺ ചെയ്യണമെങ്കിൽ നമുക്ക് ചെടി പോരാ, റാബിറ്റിൻ്റെ ഒരു ഇത് വേണമായിരിക്കും. റാബിറ്റിൻ്റെ പാവ നമ്മളിനി കണ്ടുപിടിക്കണമായിരിക്കുമോ? അങ്ങനെ ആയിരിക്കും. എന്നാലാണ് ആ ഡോറ് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. ഇവൻ ഇതിനല്ലാതെ അവൻ നമ്മൾ കണ്ടാട്ടാ. ഇവന്മാർ രണ്ടുപേരും നമ്മളെ പേടിപ്പിക്കും. ഗൈസ് ഇന്ന് കരണ്ട് പോയാ? ഗൈസ് കരണ്ട് പോയി നോങ്ങട്ടാ. ഇവനെ കണ്ടില്ല, ഇവന്മാർ രണ്ടുപേരും നമ്മൾ കണ്ടാട്ടാ. ഗൈസ് കരണ്ട് പോയിട്ടുണ്ട്. നമുക്കിത് സ്കാൻ ചെയ്യാട്ടാ. കുറച്ച് സീനാവനുണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറുതായിട്ട്, കാരണം ഞാൻ ഇത് കളിക്കണമെന്ന് വെച്ചാൽ രാത്രി സമയത്താണ് ഇത് കളിക്കണേ. അപ്പോൾ ഈ കരണ്ട് ഇല്ലാത്ത സമയത്താണ് കുറച്ച് സീൻ. ടോർച്ചിനാണെങ്കിൽ അപ്പടി കാക്കത്തുള്ളി വെട്ടമുണ്ട്. ഗൈസ് ഇവിടെ ഇതെന്താ സ്ഥലം ഇത്? ഈ സ്ഥലത്ത് ഞാൻ ആദ്യമായിട്ടാണ് നമ്മൾ ഈ സ്ഥലത്ത് ഇതിന് മുന്നേ വന്നിട്ടില്ല കേട്ടോ. ഇത് ഏതാണ് വഴി? എങ്ങടേക്കാന്ന് കേട്ടോ മനസ്സിലാവാത്ത, ആകെ മുത്തിരട്ടി. ഇതിപ്പോൾ വല്ലതും വന്നതിനെ പേടിച്ച്. ഗൈസ് ഇവിടെ എന്താണ്ടൊക്കെ പിക്ചർ ഇപ്പം കേട്ടോ. ഇതെന്തത്? ഇതെന്താണ്ട് ഇതിൻ്റെ പിള്ളേരെന്നാണ്ട് വരച്ച് വെച്ച് പിക്ചറാണെന്നാണ് ഗൈസ്, അറിയില്ല എന്താ സംഭവം എന്നറിയില്ല. ഇതാണ് നമ്മുടെ നായകനെ പക്ഷെ നമ്മൾ ഇതോട് കണ്ടിട്ടില്ല കേട്ടാ. ആ ഒരു വിറ്റുണ്ട് കേട്ടാ. എനിക്ക് തോന്നുന്നു ഇതൊക്കെ ഓരോ ക്യാരക്ടറാണ് നോക്കണ്ടേ. ഗാർഡൻ ഓഫ് ബാൻബാൻ കളിച്ചിട്ടുണ്ട് നിങ്ങളാരും? കളിച്ചിട്ടുണ്ടവർക്കുണ്ടെങ്കിൽ അതിനകത്ത് കുറേ ക്യാരക്ടറുണ്ട്. ഞാൻ അതിനകത്ത് 3 ലെവല് 3 വരെ കളിച്ചിട്ടുള്ളൂ, ബാക്കിയൊന്നും ഞാൻ കളിച്ചിട്ടില്ല. അതും കുറേ നാൾക്ക് മുന്നേ ഞാൻ കളിച്ചാണ് 3 വരെ, പിന്നെ കളിച്ചിട്ടില്ല. അപ്പം അതിനകത്തുണ്ട് ഇങ്ങനെ കുറേ അതേപോലത്തെ ഒരു ഗെയിമാണ് ഈ സംഭവം. അതിനകത്ത് പോലത്തെ കുറേ ക്യാരക്ടർ അങ്ങനെ കുറേ സംഭവമൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ ഒരു സംഭവം ഉണ്ടല്ലോ, നമുക്ക് ഈ വഴിയെല്ലാം കയറി പോകണം. നോക്കട്ടെ, ട്രൈ ചെയ്തിട്ട്. ഗൈസ് ഈ വഴി തന്നെ കേട്ടാ. ഈ വഴി തന്നെ നമുക്ക് കയറി പോവാം. ഈ വഴി എങ്ങടേക്കാണ് പോണേന്ന് അറിയില്ല. എത്തിയിട്ടുണ്ട്. ഇതെവിടെയാണ്? ഇത് നമ്മൾ ആദ്യം വന്ന സ്ഥലമല്ലേ? പക്ഷെ ഇപ്പം ഇവിടെ കറണ്ടില്ല കേട്ടാ. ആദ്യം വന്നപ്പോൾ ഇവിടെ കറണ്ട് ഉണ്ടായിരുന്നു, ഇപ്പം ഇവിടെ കറണ്ടില്ല. നമുക്ക് ഇവിടുന്ന് എങ്ങടെയൊക്കെ പോകണ്ടേന്ന് വെച്ചാൽ അറിയില്ല. ഗൈസ് ഇവിടുത്തെ ഡോർ ഓപ്പൺ ഉണ്ടായിരുന്നു. നേരത്തെ ഈ ഡോർ ഓപ്പൺ അല്ലായിരുന്നു. പ്ലേ സോൺ നേരത്തെ ഈ ഡോർ ഓപ്പൺ അല്ലായിരുന്നു, പക്ഷെ ഇപ്പം ഈ ഡോർ ഓപ്പൺ ആട്ടാ. നമുക്ക് എന്തെങ്കിലും കാലമാടലും വരാൻ കണ്ട സമയം എന്ത് വരവാടാവുമ്പോൾ നമുക്ക് നേരെ ഓടട്ടെ. എങ്ങനെയൊക്കെ പോകേണ്ടത് എനിക്കൊരു യാതൊരു പെടുത്തില്ല. നമുക്ക് ഇവിടെ നിന്ന് നേരെ പോവാം. അല്ലാണ്ട് വേറെ വഴിയൊന്നും ഞങ്ങളുണ്ട്. ബാക്കിൽ തന്നെ ഉണ്ട്, തൊട്ട് ബാക്കിൽ തന്നെ വന്നിട്ടാ. ഇവിടുന്ന് ഇങ്ങനെ പോകാനാണ് ഗൈസ്. ഈ സംഭവത്തിൽ കയറി നോക്കട്ടാ. ഇവിടെ ഒരു കയറി നിന്നാൽ ഇതിൻ്റെ അകത്തേട്ട് വരുമായിരിക്കും. അറിയില്ല. ഇവിടെ ഗൈസ് ഇതിൻ്റെ ഉള്ളിൽ കയറി സേഫായി നോക്കണ്ട. ഇതിൻ്റെ ഉള്ളിലായിട്ട് കയറി വരാനുള്ള ചാൻസ് ഉണ്ടോയെന്ന് വെച്ചിട്ട് എനിക്കറിയില്ല. അതാണ് സംഭവം. പുതിയ ഗൈസ് ഫ്രണ്ടിൽ തന്നെ വന്നിട്ടുണ്ട്. ഇത് നോക്കണ്ട,
അവൻ കയറി വരാൻ ചാൻസ് ഇല്ല. കൈ ഇടുന്നുണ്ട്. ഇല്ലില്ല അവൻ കയറി വരൂല വേണ്ട പോയി നോങ്ങണ്. പോയി അറിയില്ല. ഓ ഗൈസ് ലേറ്റ് ഇട്ടിട്ടുണ്ടാ. ലേറ്റ് വന്നിട്ടുണ്ട്. പോയാ? ഓ ഗൈസ് പോയി. ഇല്ല. പക്ഷെ എൻ്റെ പൊന്നാളിയ ഒരു ഇൻറ്റൻസ് ആയിട്ടൊരു ചേസ്. ഞാനാണ് പ്രതീക്ഷിച്ചോലില്ല. ഞാൻ നേരെ അങ്ങോട്ടേക്ക് കാരണം ഡോർ തുറക്കാത്ത കാരണം അതിൻ്റെ അകത്ത് എന്താന്ന് പറയാൻ വേണ്ടിയിട്ട് ഞാൻ നേരിട്ട് ഓടിപ്പോയതും ഫ്രണ്ടിൽ നിന്ന് എടുത്ത് ചാടിയേക്കണ് വധൂരി. പറഞ്ഞിട്ട് വരാം മനുഷ്യനെ പേടിപ്പിക്കാനായിട്ട്. ഓ ഗൈസ് ഇവിടെ എന്താണ് സംഭവം? ഇവിടെ എന്താണ്ട് ഒരു പ്ലേ സ്കൂൾ. ഇതെന്താണ് ഇവന്റെ കയ്യിലൊരു നീല സംഭവം ഒക്കെ ഉണ്ട്. അറിയില്ല സംഭവം. ഇത് ഇവിടെയൊക്കെ എന്താണ്ടൊക്കെ കളിയുണ്ട്. ഇവിടെ എന്താണ്ട് പസ്സിലാന്ന് നോക്കണ്ട. പോയില്ല ഞാൻ ഇതിന്റെ അകത്തേട്ട് പോകുന്ന വിചാരിച്ചു. അങ്ങനെയൊന്നും പോവില്ല. ഗൈസ് കുറച്ച് നേരം തപ്പിയപ്പോഴാണ് ഈ സംഭവം ഞാൻ കണ്ടത്. ഈ ബോക്സ് ഞാൻ അവിടെ കണ്ടായിരുന്നു. ഓ ഇത് ലിഫ്റ്റാണിത്. ഈ ബോക്സ് ഞാൻ അവിടെ കണ്ടായിരുന്നു. പക്ഷെ ഇതിന് പൊക്കത്ത് വെക്കണമെന്നറിയില്ല. അതിന് ക്ലൂ ആയിട്ട് അവൻ ഇവിടെ ബോക്സ് പിടിച്ച് നിൽപ്പുണ്ട്. ഓ ഇവിടെ ഒരു യെല്ലോ ബോക്സ് ഉണ്ട് കേട്ടോ. അതേപോലെ അപ്പുറം ഒരു ഗ്രീൻ ബോക്സും ഉണ്ട്. ഓ ഗൈസ് ഇത് അങ്ങോട്ടേക്ക് പോകണമെങ്കിൽ ഇപ്പം നമ്മളെങ്ങനെയും അറിയില്ല. ഓ ഇവിടെ നമുക്ക് സ്കാൻ ചെയ്യാനാണ് കേട്ടോ. നമുക്ക് സ്കാൻ ചെയ്ത് നോക്കാം. സ്കാൻ ചെയ്യ്. ഓ സ്കാൻ ചെയ്തിട്ടൊന്നും എന്താണ് സംഭവം? എന്താണ് സംഭവിച്ചെന്നാണ്. ഓ ഗൈസ് ഇവിടെ ഒരു ഇത് വന്നിട്ടാ, പാലം വന്നിട്ടാ. ഒയ്യോ ഇപ്പം ചാടിയായിരുന്നു പണി വാളിയേനാ. ഓ നമ്മൾ പെട്ടെന്ന് ചാടണോട്ടാ, അല്ലെങ്കിൽ പെട്ടെന്ന് സംഭവം പോവും. ഇവിടെ ഒന്നുകൂടെ സ്കാൻ ചെയ്തേട്ടാ. സ്കാൻ ചെയ്തിട്ടുണ്ട്. ഓരോ പ്രാവശ്യം സ്കാൻ ചെയ്യുമ്പോൾ ബാറ്ററി ഹെൽത്ത് കുറയും. ഇല്ല എന്നാണ് ഒരു പ്രാവശ്യം കുറയുള്ളൂ എന്നാണ്. ആ ഗൈസ് ചാടിയിട്ട് നമുക്ക് നേരെ അപ്പുറത്തേട്ട് പോട്ടാ. ഇവിടെ പോയിട്ട് ഓ ഇവിടെ യെല്ലോ വെക്കണം കേട്ടാ. ഭാഗ്യമായിട്ട് അവിടെ നിന്ന് എടുത്തത്. പിന്നെ ഗ്രീൻ എടുക്കുക. ഗ്രീൻ എവിടെ വെക്കണ്ടേന്ന്. ഓ ഇവിടെ ഒരു ഡോറ് തുറന്നിട്ടുണ്ടാ. ഓ ഇവിടെ ഗ്രീൻ വെക്കണം. അപ്പോൾ അതാണ് കളി. ഇനി അടുത്തത് എവിടെ ഡോറ് തുറന്നേക്കണം? ഇവിടെ നിന്ന് ഡോറും തുറന്നിട്ടില്ല കേട്ടാ. ഓ ഇതിൻ്റെ അകത്ത് ഡോറ് തുറന്നിട്ടോ. ഓ ഞാൻ ഈ സംഭവം ശ്രദ്ധിച്ചില്ല. റെഡ് എവിടെയെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം യെല്ലോ എടുത്തില്ലേ, യെല്ലോയുടെ അപ്പുറത്ത് തന്നെ യെല്ലോ ബോക്സ് എടുത്തില്ല. ബോക്സ് എടുത്തിൻ്റെ അപ്പുറത്ത് തന്നെ റെഡ് വെക്കാനുള്ള സംഭവം ഞാൻ കണ്ടായിരുന്നു. അപ്പോൾ അവിടെ കൂടെ നമുക്ക് ഈ സംഭവം വെക്കാം. അതിന് മുന്നേയായിട്ട് ലിഫ്റ്റ് ഒന്ന് ഓണാക്കണം കേട്ടോ. അത് കൊടുക്കുന്ന കേട്ടോ. ഈ സംഭവം ഇതിൻ്റെ പൊക്കത്തേറ്റ് നോക്കട്ടെ, അല്ലെങ്കിൽ ഒറ്റ ടൈമിനൊക്കെ എല്ലാം ചെയ്യാൻ പറ്റുമോ എന്നുള്ള. ഇവിടെ ഈ സംഭവം എടുത്ത് നമുക്ക് നേരെ വെക്കണമെന്നൊക്കെ. ലിഫ്റ്റ് റെഡി. ഓക്കെ ലിഫ്റ്റ് റെഡി ആയിട്ടാ. നേരെ കണ്ട അതിൻ്റെ അപ്പുറത്തെ സംഭവിക്കുന്ന സാധനം കൊണ്ടുവന്ന് വെക്കണ്ടേ. ഓ ഇത് വെച്ചിട്ടുണ്ടാ. ഓ ഇത് വെച്ചപ്പോൾ എന്താണ് സംഭവിച്ചത്? കാര്യമായിട്ടൊന്നും നടന്നില്ല എന്നാണ്. ഓ ഈ അപ്പുറത്തെ ഭാഗം തുറന്നിട്ടോ. ഇത് ഞാൻ ശ്രദ്ധിച്ചില്ല കേട്ടോ. ഇതിപ്പോഴാണ് കണ്ടു. ഞാൻ ഇവിടെ എന്താ സംഭവിച്ചത് ആലോചിച്ചിട്ട് ഈ സംഭവം തുറഞ്ഞാൽ ശ്രദ്ധിച്ചില്ല. ഓ ഗൈസ് പിന്നെ ബാക്ക്ഗ്രൗണ്ടിൽ ഈ കാക്ക ഒച്ചപ്പാടുണ്ടാക്കുകയാണെങ്കിൽ അറാമ്പറന്ന കാക്കകളാണെങ്കിൽ ഇതുവരെ ഇല്ലാത്ത സംഭവമാണ്. എന്തോരം കാക്കളാന്ന് പറയുമ്പോൾ എൻ്റെ വീണ്ടും അപ്പുറയും പിന്നെ ഇപ്പുറയൊക്കെ ആയിട്ട് കുറേ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം എന്തെങ്കിലും ക്ഷമിക്കും. ഞാൻ ഓടിക്കാനും നോക്കിയിട്ടൊന്നും നടക്കണ കേസല്ല. അതാണ് സംഭവം. ഇതുവരെ ഇല്ലാത്ത സംഭവമാണ്. ഇതുവരെയായിട്ട് ഇങ്ങനത്തെ ഒരു കാക്കി ഒച്ചപ്പാടുണ്ടാക്കണമെങ്കിൽ അറാമ്പറ നോക്കുകയാണെങ്കിൽ തലക്കും സ്വരം തന്നെ ഇല്ല. ഇതുവരെ ഇല്ല. ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു സംഭവം വന്നെ. നമുക്കിവിടെ ഒരു ഗ്രീൻ ബോക്സ് വെക്കണം. ഗ്രീൻ ബോക്സ് അറിയാം. നമുക്ക് എൻ്റെ പൊക്കത്ത് നമ്മൾ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഈ വഴി പോകാൻ പറ്റില്ല. നമുക്ക് എന്തെങ്കിലും അപ്പുറത്തെ വഴി പോകണം. അപ്പോൾ നമുക്ക് ലിഫ്റ്റ് ആവശ്യമുണ്ട്. അപ്പോൾ ലിഫ്റ്റിനാണ് ഇത് ഒന്നുകൂടി എടുക്കണം കേട്ടോ. നമുക്ക് ഗ്രീൻ വെക്കാനുണ്ട്, പിന്നെ അപ്പുറത്തെ സൈഡിൽ റെഡും വെക്കാനുണ്ട് കേട്ടോ പൈസ. അപ്പോൾ അതിന് നമുക്ക് റെഡ് എടുക്കാം കേട്ടോ. അപ്പോൾ റെഡ് എടുത്തിട്ട് അപ്പുറത്ത് വെക്കാം. അതുകൊണ്ട് പിന്നെ നമുക്ക് എന്തെങ്കിലും ഗ്രീൻ വന്ന് പിക്ക് ചെയ്യാം കേട്ടോ. ഗ്രീൻ അടിയിൽ തന്നെ ഇപ്പോൾ ഉണ്ട്, അതുകൊണ്ട് വിഷയമില്ല. ഓ ഗൈസ് റെഡ് എടുക്കുമ്പോൾ ഡോറ് ക്ലോസ് ആവും കേട്ടോ. അയ്യോ അപ്പം എന്ത് ചെയ്യപ്പാ? ഓ ഗൈസ് യെല്ലോ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. ഓ കറണ്ട് പോയി. ഓ ഇത് പാണിന്ന് നോക്കണ്ട. ബ്ലൂ കൊണ്ടുവന്ന് ഇവിടെ വെച്ചിട്ടുണ്ട്. ഗ്രീൻ ഓൾറെഡി അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇനി റെഡും കൂടി എടുത്താൽ വേണ്ടി. ഈ 3 വെച്ചപ്പോഴേക്കും എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ എനിക്കറിയില്ല. നമുക്ക് നോക്കാം ഈ വഴിയിൽ തുറന്ന് എടുക്കാൻ പറ്റുമോ. ഓ ഗൈസ് ഇവിടുത്തെ ഒരു ഡോർ ഓപ്പൺ ചെയ്യണ്ട കേട്ടോ. ഒരു 5-10 മിനിറ്റ് ടൈം പിടിച്ച് ഒന്ന് ആലോചിച്ചെടുക്കാൻ വേണ്ടിയിട്ട് സംഭവം. കാരണം ഞാനാണ് റെഡ് എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം ട്രൈ ചെയ്ത്. കാരണം റെഡ് എങ്ങനെ വന്ന് എടുത്താലും നമുക്ക് ആ ഡോർ വഴി എസ്കേപ്പ് ചെയ്യാൻ പറ്റില്ല. ഓ ഗൈസ് ഇവിടുത്തെ ഡോർ കൊടുക്കുന്നുണ്ട് കേട്ടോ. കറണ്ട് ഇല്ല കേട്ടോ. ആ ഒരു വിഷയം ഉണ്ടല്ലോ. കറണ്ട് ഇവർക്കുള്ള ജനറേറ്റർ സെറ്റ് ചെയ്തുകൂടെ? ഓ ഗൈസ് ചെറിയ ട്യൂബൊക്കെ കത്തുണ്ട്, കറണ്ട് ഉണ്ട്, പക്ഷേ വെട്ടം കുറവാണ്. അങ്ങനെ സംഭവമാണ്. ഇവിടെ ലിഫ്റ്റ് ഉണ്ട്. റൈറ്റിലേട്ട് ഒരു ഇത് ക്ലോസ് ആയാ. പിന്നെ ലെഫ്റ്റിലേട്ട് വഴിയും ക്ലോസ് ആയിട്ട്. അപ്പോൾ റൈറ്റിലേട്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ എനിക്ക് റൈറ്റിലേട്ട് പോട്ടെ നമുക്ക്. ഓ ഇതെന്തത് റൈറ്റും ക്ലോസ് ആയാ. ഓ ത്രികോണ മൂഞ്ചിലായി നോക്കണ്ട. ഇതെന്തത് ബോളാ. പൊക്കത്തുനിന്ന് കുറേ ബോളൊക്കെ വന്നിട്ടുണ്ട്. നമുക്ക് ഇനി പൊക്കത്തിട്ട് തന്നെ പോകണമെന്നാണ്, വേറെ വഴിയൊന്നുമില്ല. പൊക്കത്തുനിന്ന് കുറേ ബോളൊക്കെ വന്നിട്ടുണ്ട്. സീൻ
ഞാൻ പെട്ടതായിട്ട് ഞാൻ അത് കയറി കഴിയണ്ടല്ലോ. എനിക്കറിയാം എന്തെങ്കിലും വരും എന്നുള്ള കാര്യം എനിക്ക് കൺഫേം ആയിരുന്നു. പക്ഷെ ആ സ്റ്റെപ്പ് കയറി കഴിയുമ്പോൾ തന്നെ വരും ഞാൻ പ്രതീക്ഷിച്ചില്ല. ഞാൻ കാരണം ആ ഡോറിൻ്റെ അടുത്തിട്ട് ആ ഡോറിൻ്റെ അടുത്തിട്ട് വല്ല എത്തുമ്പോഴാണ് വിചാരിച്ചു. നമുക്ക് ഇവിടുന്ന് കുറേ വഴി ഉണ്ട് കേട്ടോ. അവിടെ റൈറ്റ് ഉണ്ട്, ആ റൈറ്റാണ്, ഈ റൈറ്റ് എടുത്ത് നോക്കാം കേട്ടോ. ആണിപ്പോൾ ആളീന്നുണ്ട് ഡെഡിൻ്റെ നോണ്ടില്ല റൈറ്റിലേക്ക് വഴിയാണ് കേട്ടോ. ഗൈസ് ഇന്ന് ഇവിടെ ഒരു 7 എന്ന് പറയുന്നത് വെച്ചാൽ 7 8 7 8 6 അവിടെ കോഡ് അടിക്കേണ്ട എന്തെങ്കിലും സംഭവം ഉണ്ടെന്നുള്ള അറിയില്ല. തൊട്ട് പാക്കിൽ തന്നെ ഉണ്ട്. മിക്കവാറും നമ്മൾ പിടിക്കും 7 8 6 2 7 8 6 2. ഓ ഗൈസ് ജസ്റ്റ് മിസ്സിനായിരുന്നു. ജസ്റ്റ് മിസ്സിന് പോയി. ഒന്നുകൂടി വന്നിട്ടാ ഗൈസ്. സീർവിഗോ അഗൈൻ ഒന്നുകൂടി വന്നിട്ടുണ്ട്. 7 അവിടെ കോഡ് അടിക്കണം. 7 1 4 കേട്ടോ. 7 1 4. ഇപ്രാവശ്യം തിരിഞ്ഞു നോക്കില്ല. തിരിഞ്ഞു നോക്കിയിട്ട് നമ്മൾ ടൈം ഔട്ട്. ഞാൻ തിരിഞ്ഞു നോക്കാണ്ട് ഡയറക്റ്റ് ഇങ്ങോട്ട് കോഡ് ഇടുന്നു. എന്തെങ്കിലും കോഡ് 7 1 4 2 എൻ്റർ. ഓക്കെ തുറന്ന്. ഓ ഇവിടുന്ന് റൈറ്റിൽ ഇവിടെ ഒരു എലവേറ്റർ ഉണ്ട്. നമുക്ക് നേരെ എലവേറ്ററിലേക്ക് കയറാട്ടാ ഗൈസ്. ഓ ഇവിടെ പാവക്കണം കേട്ടോ. ഓ പെട്ട്. ഓ ഞാൻ വിചാരിച്ച അവൻ തുറന്നെന്ന് വിചാരിച്ചിട്ട്. ഓ നമ്മളങ്ങനെ ഫൈനലി ഇവിടെ നിന്ന് എസ്കേപ്പ് ആയി നോക്കണ്ട. ഓ നമ്മൾ എസ്കേപ്പ് ആയിട്ട് നമ്മൾ പൊക്കത്തേട്ട് പോണേട്ടാ. എസ്കേപ്പ് കളി ഗെയിം ഇവിടെ ഉണ്ടായിന്ന് തോന്നണ്. അറിയില്ല ഇനി വല്ല സംഭവം ഉണ്ടോയെന്ന് വെച്ചാൽ എനിക്കറിയില്ല. ഇനി ഉണ്ടെങ്കിൽ തന്നെ ഞാനത് പാർട്ട് 2 ആയിട്ട് ചെയ്യാനാണ് തീരുമാനിച്ചത്. കാരണം ഇപ്പം തന്നെ കുറേ ടൈമായി. നമുക്ക് നോക്കാം. ഓ ഗൈസ് ലിഫ്റ്റ് സ്റ്റക്കായിട്ടാ ഗൈസ്. ലിഫ്റ്റ് നിന്ന് ഒയ്യോ ദേ പൊക്കത്ത് നിന്നവൻ ചാടി. പെട്ട് ദേ പിടിക്കാന്ന് വേണ്ട. പൊക്കത്ത് നിന്ന് ചാടി വന്നിട്ട് ദേ ഉയ് അടിയിലിട്ട്. എന്തത് അടിയിലിട്ട് ഗൈസ്. നമ്മുടെ ലിഫ്റ്റ് ഇത് അടിയിലിട്ടാണ്. ഓ ഗൈസ് ഗെയിം ഇവിടെ എൻഡായി തോന്നുന്നു. ഓ ഗൈസ് ഗെയിം അപ്പം ഇവിടെ എൻഡായിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പം ലൈക്ക് ചെയ്യാത്ത ലൈക്ക് ചെയ്യാട്ടാ, സബ് ചെയ്യുക. അപ്പം ഈ ഇതിൻ്റെ പാർട്ട് 2 വേണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കമൻറ്റ് ബിലോ. ഞാൻ പിന്നെ ഒരു കിഡിലൻ ഏലിയൻ്റെ ഗെയിം, നമുക്ക് ഏലിയൻസിൻ്റെ ഒരു സംസാരിക്കുന്ന ഒരു തോക്ക് സംസാരിക്കുന്ന വെച്ചാൽ വെറുതെ സംസാരിക്കണല്ല, നല്ല പച്ച തെറി പറയണ തോക്ക്. അതിൻ്റെ ലിങ്ക് ഞാൻ എന്തെങ്കിലും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. പിന്നെ ഒന്നുമില്ല. അപ്പോൾ ബൈ ഗൈസ്. ഓക്കെ.